ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ഞാൻ പറഞ്ഞു മെട്രിക്സ് മെത്തേഡിൽ ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു, ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആൻഡ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അതിൽ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ്, ഓക്കെ, ഒരു കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്തോരം അത് നീങ്ങിയ അതിനെയാണ്, ആ ഒരു ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ്സിനെ വി ക്യാൻ സേ ഒരു യൂണിറ്റ് മൂവ്മെന്റ് ഉണ്ടാവാൻ, ഓക്കെ, ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഫോഴ്സ്, അതിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒരു യൂണിറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഫോഴ്സ്, അതിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞ്, ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ് ആണ്, അതിൽ നമ്മൾ ഫോഴ്സ് യൂണിറ്റ് ആക്കുവാണ്. ഒരു യൂണിറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവോ അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നല്ല വൃത്തിക്ക് പഠിച്ചാൽ മതി. അപ്പൊ സ്റ്റിഫ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇത് രണ്ടും ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ് സ്റ്റിഫ്നെസ്. അത് ഞാൻ അതൊരു ഡെറിവേഷൻ ആയിട്ട് തന്നെ ഉണ്ട്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഞാനത് ഇതിന്റെ പുറകെ തന്നെ പറഞ്ഞുതരാം. അപ്പൊ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിഫ്നെസ് ഈസ് ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വി കൻ റൈറ്റ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ എങ്ങനെയായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഈസ്, അതായത് ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി എന്നാണ് ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ എഴുതിയത്. സ്റ്റിഫ്നെസിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് പി, അതായത് ഫോഴ്സ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വി ക്യാൻ യൂസ് എ കോൺസ്റ്റന്റ്. We can write P is equal to K into displacement, where K is called stiffness. Okay, അപ്പോൾ നമുക്ക് K is equal to P by delta എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇത്രയും അത് പറഞ്ഞേക്കുന്നത്. Now we can go with the derivation of stiffness matrix. അപ്പോൾ now consider this figure. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഇവിടെ നമ്മളൊരു രണ്ട് എലിമെന്റ് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീമിനെ കൺസിഡർ ചെയ്യുന്നു വിത്ത് 3 സപ്പോർട്ട്. 3 പോയിന്റ് ഉണ്ട്, 1, 2 and 3. 3 പോയിന്റ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന ഓരോ പോയിന്റ് ആണ്. ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ് ഉണ്ട്, അവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ് P2 ഉണ്ട്, അവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. ഇവിടെ ഒരു മൊമെന്റ്, അതൊരു ഫോഴ്സ് ആണ്, P3 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, 3 എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. എന്നിട്ട് വി ആർ അപ്ലൈങ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 1. യൂണിറ്റ് 1, അതായത് പോയിന്റ് 1 നമ്മളൊരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക്, ഞാനത് മാർക്ക് ചെയ്തില്ല കേട്ടോ, സോറി. അതിവിടെ നമ്മൾ 1 കിലോ ന്യൂട്ടൺ, നേരത്തെ ഫിഗർ വെച്ച് കാണിച്ചാൽ മതി. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ യൂണിറ്റ് ഫോഴ്സ് ആണ് കാണിച്ചത് അല്ലേ. നേരത്തെ ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ നമ്മൾ യൂണിറ്റ് ഫോഴ്സ് ആണ് കൊടുത്തത്, ഇതിൽ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ നമ്മൾ ഇവിടെ ഒരു 1 കിലോ ന്യൂട്ടൺ കാണിച്ചായിരുന്നു, കാരണം അവിടെ യൂണിറ്റ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുത്തത്. ഇവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതാണ് വ്യത്യാസം, അത് മറക്കരുത്. അപ്പോൾ അതിന് D1 is equal to 1 എന്ന് പറഞ്ഞു ഇവിടെ എഴുതിയാൽ മതി. Then at the point 1 there will we can say or we can allocate a coordinate point, that is K11 എന്ന് വെച്ച് കഴിഞ്ഞാൽ the stiffness at point 1 due to displacement at 1. നമ്മൾ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള സ്റ്റിഫ്നെസ്, അതാണ് K11 എന്ന് പറയുന്നത്. അപ്പോൾ K21 എന്ന് വെച്ചാൽ എന്താണ്? The stiffness at point 2 ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു യൂണിറ്റ്
ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, അതിനാണ് K21 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ K31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് അറ്റ് ദ പോയിന്റ് 3, മൂന്നാമത്തെ പോയിന്റിലെ സ്റ്റിഫ്നെസ് ബിക്കോസ് ഓഫ് വാട്ട്, എന്ത് കാരണം, ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ അപ്ലൈ ചെയ്ത യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ്, അതാണ് K31 എന്ന് പറയുന്നത്. ഓക്കെ, നൗ അപ്ലൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് 2. ഇനി നമ്മൾ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ഇവിടെ K12 വരും, ഇവിടെ K22 വരും. അതറിയാലോ അല്ലേ, ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് K12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റിഫ്നെസ് അറ്റ് ദ പോയിന്റ് 1, ഇവിടെ പോയിന്റ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റിഫ്നെസ് ഡ്യൂ ടു ദ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് H2, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, അതുകൊണ്ടുള്ള സ്റ്റിഫ്നെസ് ആണ്. അപ്പൊ K22 എഴുതി, K32 എഴുതി. ഓക്കെ, അതേപോലെ തന്നെ സിമിലർലി നമ്മൾ മൂന്നാമത്തത് D3 എന്ന് പറഞ്ഞ പോയിന്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 3 പോയിന്റിലെയും സ്റ്റിഫ്നെസ് എഴുതി വെക്കുകയാണ്. K13, K23, K33 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, നൗ വി നോ ദാറ്റ് P by delta is equal to K. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P by delta, ഞാൻ ആദ്യത്തെ പേജിൽ അതെങ്ങനെ വന്നു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ P by delta, that is displacement is equal to K എന്ന് നമുക്കറിയാം. We can write P is equal to K delta. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല. ദാറ്റ് ഈസ് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എന്നറിയാം. നമ്മളൊരു കോൺസ്റ്റന്റ് K വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ നമ്മൾ സ്റ്റിഫ്നെസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വി ക്യാൻ റൈറ്റ് P is equal to K delta എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നേരത്തെ ഡെറിവേഷൻ ചെയ്ത പോലെ തന്നെ ഓരോ പോയിന്റിലെ ആദ്യത്തെ പോയിന്റിലെ ഫസ്റ്റ് പോയിന്റിലെ 3 കേസിലും ഫസ്റ്റ് പോയിന്റില് P1 കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് പോയിന്റിൽ എന്ന് പറയുമ്പോൾ 3 കേസിലെയും ഫസ്റ്റ് പോയിന്റിൽ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ എന്താണ്, വി നോ ദാറ്റ് P is equal to K into D. വി നോ P is equal to K into D. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നമുക്ക് എങ്ങനെ എഴുതാം, P1 is equal to K11 into D1. അതായത് 3 കേസിൽ ഇപ്പൊ നമ്മൾ 3 ഫിഗർ വരച്ചു. അപ്പോൾ 3 ഫിഗറിലെയും ആദ്യത്തെ പോയിന്റില് P കണ്ടുപിടിക്കുകയാണ്, ലോഡ് കണ്ടുപിടിക്കുകയാണ്. വി നോ ദ ഫോർമുല ഈസ് P is equal to K into D. അപ്പൊ ഇവിടുത്തെ P1 ആണ്. ഇവിടെ P1 എന്ന് പറയുമ്പോഴത്തേക്ക് K11 into D1. ഇവിടുത്തെ അപ്പൊ എത്രയാണ്, P2 is equal to K12 into D2. മൂന്നാമത്തെ എന്താണ്, ഈ ഫസ്റ്റ് പോയിന്റിലുള്ളത് P3 is equal to K13 into D3. അപ്പൊ ഇത് മൂന്നും നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റിൽ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് പോയിന്റിൽ P2 ആണുള്ളത്. അപ്പൊ സെക്കൻഡ് പോയിന്റിൽ ഇതേപോലെ തന്നെ 3ഉം കൂടെ ആഡ് ചെയ്ത് എഴുതി വെക്കുകയാണ്. അതേപോലെ 3 പോയിന്റിലെയും ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. ദെൻ റൈറ്റിംഗ് ഇറ്റ് ഇൻ മെട്രിക്സ് ഫോം, ദാറ്റ് ഈസ് ഇതിനെ എല്ലാം കൂടെ P1, P2, P3 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോമിൽ എഴുതി. പിന്നെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതേപോലെ K11, K12, K13 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോമിൽ എഴുതി. പിന്നെ D1, D2, D3 എന്ന് പറഞ്ഞ മെട്രിക്സ് ഫോമിൽ എഴുതി. നേരത്തെ സിമിലർ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന സ്റ്റിഫ്നെസ്സും പിന്നെ നമ്മൾ യൂണിറ്റ് ലോഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ എഴുതി കാണിച്ചാൽ മതി. നേരത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ലോഡായിരുന്നു അപ്ലൈ ചെയ്തത്. അപ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ 1 കിലോന്യൂട്ടൺ അല്ലെങ്കിൽ 1 കിലോന്യൂട്ടൺ മീറ്റർ ഒക്കെ ആയിരുന്നു. അതായത് അവിടെ ഒരു യൂണിറ്റ് ലോഡ് കാണിച്ചായിരുന്നു. അപ്പം ഇതേപോലെ മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് വി ക്യാൻ ഷോ ദാറ്റ് ദിസ് മെട്രിക്സ്, ഓക്കെ, K11, K12, K13, ഇതിനെ വി കോൾ ഇറ്റ് ആസ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അത് ഇതേപോലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ആൻഡ് നേരത്തെ പോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഈച്ച് എലിമെന്റ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. നേരത്തെ എന്തായിരുന്നു, ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആയിരുന്നു. അതായത് നമ്മൾ ഇതിന്റെ അകത്തുള്ള ഓരോ എലിമെന്റിനെ വി കോൾ ഇറ്റ് ആസ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. പിന്നെ എന്താണ്, സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഈസ് ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ K12, K11, K13 അതിനെ നമ്മൾ ജനറൽ ആയിട്ട് KIJ എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. IG അതൊരു കോർഡിനേറ്റ് ആണ്, അത് IG എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ ദ ഡയഗണൽ എലിമെന്റ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, അതായത് വി കോൾ ഇറ്റ് ആസ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്
അതായത് ഇതിന്റെ ഡയഗണൽ എലിമെന്റ് ഉണ്ടല്ലോ, ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്, അതായത് K11, K12, K13 ഇത്രയും, ഇതിനെ we say when Ki is equal to J, ഐയും ജെയും ഈക്വൽ ആവുമ്പോൾ, ദാറ്റ് ഈസ് 1 1 2 2 3 3, വി കോൾ ദീസ് എലിമെന്റ് ആസ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് സ്റ്റിഫ്നെസ് എന്തായിരുന്നു, സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്, ഡയറക്റ്റ് സ്റ്റിഫ്നെസ്. ഓക്കെ, മൊത്തത്തിൽ നമ്മൾ പറയുന്നത് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്നാണ്. നമ്മൾ ഡയഗണൽ ആയിട്ടുള്ളതിനെ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. അത് ദാറ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. K11, K12 അതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ. അത് മനസ്സിലാവും, ഇതൊക്കെ സിമ്പിളായിട്ട് എഴുതുന്നേ ഉള്ളൂ. പിന്നെ അത് ഓഫ് ഡയഗണൽ എലിമെന്റ്, അതായത് ഡയഗണൽ എലിമെന്റ് അല്ലാത്ത എലിമെന്റ്, അതായത് ആ ഒരു അതിന്റെ മുകളിലോട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ പോർഷൻ, ഇതാണ് ഡയഗണൽ എലിമെന്റ് എന്ന് പറയുന്നത്. ഈ ഡയഗണൽ എലിമെന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ, ഇതും ഇതിന്റെ താഴെയുള്ളതും, ഇതിനെ വി കോൾ ഇറ്റ് ആസ് ക്രോസ് സ്റ്റിഫ്നെസ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തിൽ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്നും പറയും. പിന്നെ ഡയഗണൽ പോർഷനെ നമ്മൾ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഡയഗണൽ അല്ലാത്ത എലിമെന്റിനെ വി കോൾ ഇറ്റ് ആസ് ക്രോസ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ആൻഡ് ദീസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെറിവേഷൻ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ യൂണിറ്റ് ലോഡാണ് കൊടുത്തിരുന്നത്, ഇവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ K11, K21, K31 എന്നാണ്. നേരത്തെ F11, F21, F31 എന്നാണ് എഴുതിയത്. അപ്പോൾ ഇത് രണ്ട് വ്യത്യാസമുള്ളൂ. പിന്നെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുലയാണ്. നമുക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമുലയുടെ കേസിലും എനിക്കൊരു കമ്പയർ ചെയ്ത് പറയാനുള്ളത്, ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ വി സേ ദ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി എന്നും പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി, ദെൻ വി റൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി. എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ. പക്ഷെ ഇതിന്റെ കേസിൽ എങ്ങനെയാണ്, പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അത് തിരിഞ്ഞു വരും. ഓക്കെ, ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി എന്നും വരും. സ്റ്റിഫ്നെസിന്റെ കേസിൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പി. സ്റ്റിഫ്നെസിന്റെ കേസിൽ പി, ദാറ്റ് ഈസ് ദ ലോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതുക. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.